ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലെസ്റ്ററിലാണ്, നമ്മുടെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള സ്നേക്ക് പാസ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിയിലെ കാഴ്ചകളും അതുപോലെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളുമായിരിക്കും നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്നേക്ക് പാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലം വിനറ്റ് പാസിൻ്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഈ ഒരു സ്നേക്ക് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഒരുമിച്ച് ഈ രണ്ട് സ്ഥലവും കണ്ട് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വന്ന വഴി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ വണ്ടി ഇവിടെ നിർത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സൈഡിൽ നിർത്താനായിട്ട് ഒരു സ്ഥലം കിട്ടി. അതുപോലെ തന്നെ ഇതുണ്ട്, നമ്മൾ വേറൊരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി, ചെറുതായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തി. പ്രായമുള്ളവർ വരെ നടത്തുന്നുണ്ട്. നേരെ ആൾക്കാരാണ് നോക്കിയാൽ, വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര ആളാണ് കേട്ടോ. ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയെടുത്തല്ല, അടുത്ത ആൾ സൈക്കിള് ചവിട്ടി വരുന്നു. നോക്കിയടി അങ്ങോട്ട് നോക്കി, ഒരു സൈഡിൽ വെയില്, ഒരു സൈഡിൽ മഴക്കാർ കയറി നിൽക്കുക ഫുള്ള്. അതിനിടയ്ക്കുള്ള വഴിയുണ്ട്, അതാണ് നമ്മുടെ വിനറ്റ് പാസിലോട്ടുള്ള വഴിയെന്ന് തോന്നുന്നു. നമുക്ക് അവിടം വരെ ഇറങ്ങിപ്പോണം. സ്നേക്ക് പാസ് എന്ന് പറയുന്നത് വിനറ്റ് പാസിനെ തന്നെയാണോ? അല്ലല്ല, വിനറ്റ് പാസ് പോലെയല്ല. വിനറ്റ് പാസ് മറ്റേ കുറച്ചുകൂടെ ഹെയർ പിൻ റോഡല്ലേ. സ്നേക്ക് പാസ് എന്ന് പറഞ്ഞാൽ നീണ്ടും നിവർന്നും കിടക്കുന്ന റോഡുകൾ എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. നമുക്കറിയത്തില്ല, നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒരു ഇതേലോ. അത് സ്ഥലം ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലം വിനറ്റ് പാസ്. അതല്ലാതെ പണ്ട് നമ്മൾ യോർക്ക്ഷയർ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തതിനകത്ത് ഈ സ്ഥലമുണ്ട്. നമ്മുടെ ചർച്ചയിൽ നിന്ന് ടൂർ വന്നില്ലേ, ആ സമയത്തെ വീഡിയോക്കകത്തെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വിനറ്റ് പാസിന്റെ തൊട്ടിപ്പുറ വരെ ഒന്ന് വന്നിട്ട് നമ്മൾ കാണാതെ പോയി അല്ലേ. പക്ഷെ നമ്മുടെ അന്നത്തെ ഡെസ്റ്റിനേഷൻ കുറച്ച് ദൂരമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും നിന്നില്ല, വിട്ടുപോയി. വേണ്ട പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വരുന്നവരോട് നടന്ന്. എല്ലാവരും കുന്നു കയറാൻ വരുന്നതായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇതുപോലെ നടക്കാനായിട്ട് ഇങ്ങനെ പോകും. നല്ല വെയിലുണ്ടല്ലേ. ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ. തണുപ്പിന് തണുപ്പും വെയിലിന് വെയിലും ഉണ്ട്. ട്രീയുടെ ഒക്കെ പോലത്തെ മരമുണ്ട്. നമ്മളെ ഗൂഗിളിലെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ കാണുന്ന അതേ ഒരു സീനറി കാണാൻ ശരിക്കും പറയാം ഇവിടെ കാണാൻ പറ്റുന്നത്. വീഡിയോയ്ക്കകത്ത് നമുക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ സ്നേക്ക് പാസിലോട്ടുള്ള റൂട്ട് കയറി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഫുള്ള് ഒരു ലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ലേക്കിനെ വീഡിയോ എടുക്കണം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തണം എന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മളതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ ലേക്കിൻ്റെ കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാം. ഇവിടെ കൂടെ താഴോട്ടൊരു വഴി ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ കാഴ്ച കേട്ടോ.
അടിപൊളി. കറക്റ്റ് വെയിൽ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ലേക്കാണെങ്കിൽ കഴിഞ്ഞു പോയി കേട്ടോ. കഴിഞ്ഞതല്ല, ലേക്കിന്റെ ആ വീതി കുറഞ്ഞ് ചെറിയ അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ പോകുന്നത് കേട്ടോ. ഇവിടെ വേണം നിർത്തായിരുന്നു, പക്ഷെ ഇവിടെ പറ്റിയില്ല. നിർത്തിയാലും കുറേ വണ്ടിയുണ്ട്. സാരമില്ല, നമുക്ക് കണ്ടുകൊണ്ട് പോവാം. ഇടയ്ക്ക് ഒച്ച കേൾക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ, നടുക്കത്തെ ഈ വെള്ളവരയില്ലേ, അതൊക്കെ ഈ വെള്ളവര മറ്റേ സാധാരണ റോട്ടിൽ വരച്ചിരിക്കുന്ന പോലെയല്ല, ഇത് കുറച്ചും കൂടെ ഈ റഫായിട്ടുള്ള കുറച്ചും ഗ്രിപ്പുള്ള ടൈപ്പാ. കണ്ടോ നടുക്കൂടെ ഇരിക്കുന്നത് കണ്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കയറുമ്പോൾ തന്നെ കിരികിരിന്ന് സൗണ്ട്. അത് ലേക്ക് കുഞ്ഞതായിട്ട് മറ്റേ അരുവിയായിട്ട് വരും, അവിടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്കവാറും നമ്മൾ ചെല്ലുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്കായിരിക്കും. ഇവിടെ ഫുള്ള് വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് നിർത്തിയാലോ? പക്ഷെ നിർത്തിയാൽ ആൾക്കാർ, ഇത് നമ്മുടെ പൈൻ വാലിയാണ് കണ്ടോ, പൈൻ മരമാണ് കേട്ടോ. 50 മൈൽ സ്പീഡാണ് ഈ ചെറിയ റോഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല 50 മൈൽ സ്പീഡിലൊക്കെ വിട്ടു പോയാൽ. ഇതാണ് ഇപ്പൊ നമ്മൾ 50-45 പോകുന്നത് കേട്ടോ. നമ്മളതൊക്കെ ആസ്വദിച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്ക് പതിയെ പോകേണ്ടി വരുന്നത്. അയ്യോ സൂപ്പർ. പക്ഷെ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോകുന്നു. ഇതൊക്കെ ഏതെങ്കിലും നമുക്ക് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവൻ ഓടി വന്നിട്ട് എന്തായി, നമ്മൾ മുമ്പ് കയറി പോകുന്നവനാണ്. പാവം പയ്യൻ വിട്ട് വന്ന പോലെ സ്പീഡിൽ പോകാൻ പറ്റിയില്ല. ഇവിടെ വണ്ടി നിർത്താൻ പറ്റും, ഇവിടെ നിന്ന് നിർത്താൻ പറ്റത്തില്ല, നാരോ റോഡാണ്. അവിടെ അതുണ്ടായിരുന്നു ചെറിയൊരു അരുവി. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കാണിക്കാമെന്ന് നിങ്ങളോട് വീഡിയോയ്ക്ക് അത് പറഞ്ഞു ആദ്യമേ. നമ്മളതുപോലെ തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മളിവിടെ വീഡിയോ കാണിക്കുന്ന ഈ സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കോടമഞ്ഞായി, അതുപോലെ തന്നെ നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് നമുക്ക് നിങ്ങളെ ഫുള്ളായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതുപോലുള്ള ഈ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് നടന്നു പോയി ഈ ഫുള്ള് സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് വണ്ടിയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിറച്ച് വണ്ടികൾ ക്യൂ ആണ്. കാരണം ഇവിടെ ഇപ്പം ഒരു സിഗ്നൽ അവർ ടെമ്പററി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഉണ്ട് ഈ ഒരു ഏരിയയിൽ, ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സമ്മർ തന്നെ വന്ന് ഈ സ്ഥലം കാണാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വിൻ്ററിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് അകത്തേക്ക് പോയിട്ടൊന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാം. സ്നേക്ക് പാസ് എന്ന് പറയുന്നത് സ്നേക്ക് പോലെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന റോഡ്. അതുകൊണ്ടാണ് ഫുള്ള് വളവാണ്, മൊത്തം സിഗ്നൽ വെച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തത് ഇപ്പൊ കണ്ടോ, ചെറിയ ഫോഗൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. Looking like a wow. പോട്ടെ. നല്ല കാറ്റുമുണ്ട്, പുറത്ത് കാറ്റുമുണ്ട്, ചെറിയതായിട്ട് മഴയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞും കയറി. ടീ പ്ലാന്റേഷനും കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ് മൂന്നാറായിരുന്നു. ടീ പ്ലാന്റേഷന് പകരം റോക്ക കല്ലുകൾ. ലൈറ്റ് ഉണ്ട്, അങ്ങന്ന് വണ്ടി വരുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. നടുക്ക് ഒരാള് ലൈറ്റ് ഇടാതെ വരുന്നു.
നമ്മൾ ഇങ്ങോട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പാണ് ഫുള്ള് മഴ ഇതായി, കോട കയറി വിന്നറ്റ് പാസിൽ പോയ അവസ്ഥയായി കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നോർമൽ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിലെ മഞ്ഞൊന്നും ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, കോടയൊന്നും കാണാൻ പറ്റുന്നില്ല തോന്നുന്നതെന്ന് ഇങ്ങോട്ട് പോകുന്ന നമുക്ക് കോടയൊക്കെ കണ്ട് വണ്ടി ഇടാമെന്ന് തോന്നുന്നു. ഇടയുണ്ടോ? ചെളിയല്ലേ? ഇതൊക്കെ ഇടാമായിരുന്നു. വേണ്ട. അങ്ങനെ നമ്മള് സ്നേക്ക് പാസ് എത്തി. സ്നേക്ക് പാസിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് കറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സ്പേസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഈ കുറേ ആൾക്കാർ ഇതുണ്ടോ, പുറകിലെല്ലാം വണ്ടി കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, മുഴുവൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇതുപോലെയുള്ള നമ്മൾ രാവിലെ കാണിച്ച പോലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഫുള്ള് നടക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ എത്തുന്നത് കേട്ടോ. നടക്കാനായിട്ട് മനസ്സുള്ളവരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. പിന്നെ അല്ലാത്തവർക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ശരിക്കും പറയാൻ നടക്കാൻ വേണ്ടിയുള്ള റെഡി ആയിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ അപ്പോഴത്തേനും ഇവിടുത്തെ കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയായി. അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് ഇവിടെ കണ്ടോ. അപ്പോൾ പുറത്ത് അതുപോലെ തന്നെ കോടയായി. ഇത് കണ്ടോ, നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. നമ്മളിപ്പം വണ്ടിക്കകത്തിരിക്കുകയാണ്. ഏതായാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ റെഡി ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ആൾക്കാർ പോകുന്നത് കാണിച്ചു കൊടുത്ത്. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്. പിന്നെ കാറ്റിൻ്റെ ശക്തി കണ്ടോ, ഇത് ഈ പുല്ലിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കാറ്റ്. ആൾക്കാർ പോകുന്നത് കാണിച്ചു കൊടുത്ത്. ആൾക്കാരൊക്കെ പോകുന്നത്, അവരൊക്കെ മഴയാണെങ്കിലും ഫുള്ള് സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അതായത് ഒട്ടും മഴ നനയാതെ പോകാനായിട്ടുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ടോ പോയവർ അവിടെയൊക്കെ എന്തോ കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മോനെ. പക്ഷെ കാറ്റ് കണ്ടോ, ഭയങ്കര കാറ്റ്. മഴ നമുക്ക് അത്രയും കാറ്റിനെ പ്രതിരോധിക്കാനുള്ള സെറ്റപ്പുകളൊന്നും നമ്മുടെ ഇല്ല. ജാക്കറ്റ് ഉണ്ട്, പക്ഷെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ കാറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഫുള്ള് നനയും. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇറങ്ങുന്നില്ല. നമ്മൾ ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ സ്നേക്ക് പാസിൽ വന്നു. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുപ്പും അതുപോലെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാറ്റാണ്. ഏകദേശം കാറ്റിന് തീവ്രത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അടിപൊളിയായിട്ട് ക്ലൈമറ്റ് ആണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ വണ്ടി വന്നിട്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ റോഡ് സൈഡ് വഴി ഫുൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഏകദേശം 25,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവാണ്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വീഡിയോസ് ഇനി മുതൽ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സജഷൻസ് ചെയ്യാം ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ഇടാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വീഡിയോസിൻ്റെ ആവശ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്. അപ്പം നമ്മൾക്ക് തൽക്കാലം ബൈ ബൈ പറയാം. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.